ഹായ് സോൾസ്, സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം സോറി, ഇവിടെ കാക്കൻ്റെ സൗണ്ടും നോയ്സൊക്കെ ഉണ്ടോ എന്ന് ക്ഷമിക്കട്ടോ. ഇത് ഞാൻ വീഡിയോ ചെയ്യാൻ വരുന്ന ആ ടൈം നോക്കിയിട്ട് വരും. എന്ത് ചെയ്യാൻ, അവരും ജീവികളല്ലേ, ജീവിച്ച് പോയിക്കോട്ടെ. അപ്പം നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് ആണ്. അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പോഴെന്താണ് ചിന്തിക്കുന്നത് നോക്കാം. ഓക്കെ, ബ്രീത്തിങ് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, എന്നിട്ട് ഫോക്കസ് ചെയ്യുക വീഡിയോയിലേക്ക്. അതേപോലെ ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്നതുമാണ്. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് 10 of Wands ആണ്. തേർഡ് കാർഡ് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റിക്കിൾ ആണ്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ചാരിയറ്റ്, ക്വീൻ ഓഫ് സോർഡ്സ്, Knight of Swords, 3 of Cups, Queen of Cups. Bottom of deck നോക്കാം. 10 of Pentacle and Justice ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ജസ്റ്റിസും 10 of Pentacle ആണ് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ഡെക്ക്. നമുക്ക് റീഡിങ് നോക്കാം. ഓക്കെ, കാണുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. സെക്കൻഡ് കാർഡ് 10 of Wands ആണ് വന്നിരിക്കുന്നത്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെമ്പറൻസ് നിങ്ങളുടെ പേഴ്സൺ, അതായത് അവരെപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം, അതായത് ഇത് മേജർ അർക്കാന കാർഡാണ്. ഇത് സ്ഥായിയായിട്ടുള്ള ഭാവത്തെ സൂചിപ്പിക്കുന്നത്, അതായത് സ്ഥിരതയുള്ളൊരു കാര്യത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അതായത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്ക്, അതായത് ഒരു കമ്മിറ്റ്മെൻറ്റ്, അതായത് സ്നേഹം ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, അത് എന്താ പറയുക, ഒരു നീതിപരമായിട്ട് തരണം, അതായത് ബാലൻസിൽ കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളുടെ കാര്യത്തിലൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ, ഇതുവരെ അങ്ങനെയുള്ളൊരു തോട്ട്സാണ്, പക്ഷേ അവരുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇപ്പം അത് ഏകദേശം മാറി വരുന്നു. നിങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു തോട്ട്. അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. അവർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു കഴിവുണ്ട്, അതായത് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കിങ് ഓഫ് പെൻറ്റിക്കിൾ. കിങ് ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറഞ്ഞാൽ അത്രയും നിങ്ങൾ ഭയങ്കര എന്താ പറയുക, പോസിറ്റീവുള്ള ആളുകളായിരിക്കാം. അതേപോലെ തന്നെ നിങ്ങളിൽ അവർ അഡിക്ഷൻ എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഇത് കാണുന്നുണ്ട്. അതായത് നിങ്ങളോട് ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ തന്ന് നല്ല രീതിയിൽ നിങ്ങൾ എന്താ പറയുക, മയക്കിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അവരുടെ ഇതിലേക്ക് കൊണ്ടുവരണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതായത് അവർ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ നിൽക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവരും കാണുന്നത്. മാത്രമല്ല, നിങ്ങളിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരണം എന്നുള്ളൊരു തോട്ട്സും കൂടെ ഉണ്ട്. ഇത് സെലിബ്രേറ്റ് ചെയ്യണം, നിങ്ങളെ ഒരു മൂല്യമുള്ള ഒരാളായിട്ടാണ് അവർ കാണുന്നത്. ദ പവർഫുൾ ഹോമൺ അങ്ങനെയൊക്കെ പറയില്ലേ, അതേപോലെ നിങ്ങളുടെ സ്നേഹത്തിന് വിലയുള്ളവർ, നിങ്ങൾ എന്താണെന്നുള്ളത് അവർക്കിപ്പോൾ മനസ്സിലായി തുടങ്ങി എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ കംപ്ലീഷൻ. നിങ്ങളൊരു സക്സസ്ഫുൾ എന്താ പറയുക, കംപ്ലീഷനാണ് എന്ന് അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ജേണി അതൊരു ട്രൂവലാണ്, അതൊരു ട്രൂ ആണ്. എൻജോയ് ചെയ്യണം. ആ ഒരു ഫാമിലി ആയിട്ടൊക്കെയാണ് നിങ്ങളെ കാണുന്നത്. പക്ഷെ അവർ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളൊരു ഗ്രേറ്റ് മാൻ അല്ലെങ്കിൽ ലേഡി അല്ലെങ്കിൽ വുമൺ അങ്ങനെയൊക്കെയാണ് അവർ കാണുന്നത്. ഗ്രേറ്റ് ഓഫ് സക്സസ് ആൻഡ് വെൽത്ത്. ഓക്കെ, ഫിനാൻഷ്യൽ ഫ്രീഡം, ക്രിയേഷൻ ആൻഡ് വെൽത്ത് ഓഫ് അതേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ളൊരാൾക്കാരാണ് എന്നാണ് ഇവിടെ കാണുന്നത്.
സോറി, നല്ല നോയ്സ് ഉണ്ട്, ക്ഷമിക്കണം കേട്ടോ. ഐ എം സോറി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഈ കാർഡിനെ സൂചിപ്പിക്കുന്ന കാരണം. അതായത് നിങ്ങളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളൊരു വ്യക്തിയാണെന്നും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണെന്നും അവർക്ക് അറിയാം. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ ആ ഒരു പ്രോസ്പെരിറ്റിയും കാര്യങ്ങളും അവർക്ക് കിട്ടുമെന്നാണ് അവരുടെ ആഗ്രഹം. ഓക്കെ, അതുകൊണ്ടാണ് ചാരിറ്റി വന്നിരിക്കുന്നത്. ആ ചാരിറ്റി വന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരിലേക്ക് എന്താ പറയുക, അട്രാക്റ്റ് ആയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. മാത്രമല്ല അവർ നിങ്ങളിലേക്ക് വരണം എന്നും സ്റ്റാൻഡ് എടുക്കണമെന്നും, അതായത് കണ്ടില്ലേ നൈറ്റ് ഓഫ് സോൾസ്, നിങ്ങളിലേക്ക് സ്റ്റാൻഡ് എടുക്കണമെന്നും ഒരു സെലിബ്രേഷൻ ആഘോഷിക്കണമെന്നും മനസ്സിലായി, ഫ്രണ്ട്സുകളോ കൂടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് അവരാഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങളത്രയും മൂല്യമുള്ള ഒരാളായിട്ടാണ് അവർ കാണുന്നത്. നിങ്ങൾ മൊത്തം എന്താ പറയുക തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, കുറച്ച് കാര്യങ്ങളെ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അവരിപ്പോൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളോട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം, നല്ല രീതിയിൽ സംസാരിക്കണം. മനസ്സിലായി, എല്ലാം വേദനകളും എന്താ പറയുക ഹൈഡ് ചെയ്ത കാര്യങ്ങളും എല്ലാം നിങ്ങളോട് തുറന്ന് പറയണം എന്നിട്ട് ആ കറ അങ്ങോട്ട് തീർത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് അവരാഗ്രഹിക്കുന്നത്. ഓക്കെ, നല്ലൊരു കാർഡ് റീഡിംഗ് ആണ് എനിക്ക് കിട്ടിയതെന്ന്. ദ ജസ്റ്റിസ്, അവർ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട്, യൂണിവേഴ്സിൽ നിന്ന് ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊരു തീരുമാനം ഒന്ന് ആയി കിട്ടിയാൽ അവർ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അത്രയും നിങ്ങളെ ഫോക്കസ് ചെയ്താണ് അവരിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രേ ഉള്ളൂ. അടുത്ത റീഡിങ്ങുമായിട്ട് പിന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതവുമായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. നോക്കിയിട്ട് മാത്രം നിങ്ങൾ റെസനേറ്റ് ആയി എന്നെടുക്കുക. അല്ലെങ്കിൽ ഇത് ഒരു സീരിയസ് ആയിട്ട് എടുക്കരുത്. ഓക്കെ, താങ്ക് യു, ബൈ.